ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു പ്രൊസീജിയേഴ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരു കോളേജിലേക്ക് അഡ്മിഷൻ എടുത്ത് കഴിയുമല്ലോ. അപ്പോൾ നമുക്ക് ഫീ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, അതിന് ലോൺ എടുക്കാൻ വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ ഏത് കോളേജിൽ കിട്ടുന്നോ അപ്പം തന്നെ നമ്മൾ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. കാരണം ഇതൊക്കെ നല്ല അഡ്മിഷൻ പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ആയാലും എപ്പോഴും നമുക്ക് ഇതുപോലെ കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പ്രൈവറ്റിലാണെങ്കിൽ പ്രൈവറ്റിൽ പോയിട്ട് എടുക്കണം. അതിനിപ്പോൾ ഫസ്റ്റ് ചാൻസ് ആണെങ്കിലും നമ്മൾ പ്രൈവറ്റ് അത്ര മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, നമ്മൾ എടുത്തു നോക്കേണ്ടതാണ്. അത് കഴിയുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ഫീ ഉണ്ടാവും. ആദ്യം ട്യൂഷൻ ഫീ ഉണ്ടാവും, ഹോസ്റ്റൽ ഫീ ഉണ്ടാവും, മെസ് ഫീ ഉണ്ടാവും, സ്പെഷ്യൽ ഫീ ഉണ്ടാവും. ഇതൊക്കെ അടച്ചിട്ട് നമ്മൾ അഡ്മിഷൻ ഉറപ്പാക്കണം. അങ്ങനെ ഫസ്റ്റ് ഇയർ തൊട്ടാണ് നമ്മൾ ലോൺ എടുക്കാൻ വിചാരിക്കുന്നെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഏത് ഇയർ തൊട്ടും നമുക്ക് ലോൺ എടുക്കാം. ഇനി ഫസ്റ്റ് ഇയർ തൊട്ടാണ് നമ്മൾ ലോൺ എടുക്കാൻ വിചാരിക്കുന്നെങ്കിൽ നമ്മൾ ഒരു 6 മാസം നേരത്തെ തന്നെ പോയിട്ട് ലോണിൽ അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ലോൺ അടച്ചു കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തുന്നത്. ഫസ്റ്റ് ഇയറിൽ അങ്ങനെയാണ്. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്നൊക്കെ പറയുമ്പോൾ നേരെ നമ്മളെ കോളേജിൻ്റെ അക്കൗണ്ടിലോട്ടാണ് പൈസ പോകുന്നത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനാദ്യം ബാങ്കിൽ ചെല്ലുമ്പോൾ നമ്മളോടൊരു ലോണിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കും. ഒരു ലോണിൻ്റെ സർട്ടിഫിക്കറ്റ്, ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ചോദിക്കും. ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോളേജിലാണ് പഠിക്കുന്നതെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അത് കോളേജിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവർ നമുക്ക് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് തരും. എന്നിട്ട് പിന്നെ നമ്മൾ ഇതുവരെ ഫീ അടച്ച എല്ലാ റെസീപ്റ്റും കൊടുക്കണം. അതായത് കോളേജിൽ ഇപ്പോൾ തേർഡ് ഇയർ ഒക്കെ എടുക്കുന്നെങ്കിൽ ഇതുവരെ ഫീ അടച്ച എല്ലാ സർട്ടിഫിക്കറ്റും കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ റെസിപ്റ്റ് കൊടുത്തു കഴിയുമ്പം ചില ബാങ്കിൽ അവർ കറക്റ്റ് ഈ ഫീ സ്ട്രക്ചർ ചോദിക്കും. അതായത് സ്പെഷ്യൽ ഫീ എത്ര കൊടുത്തു, അതെല്ലാം കൂടെ നമ്മൾ കോളേജിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ചെടുക്കേണ്ടതാണ്. അത് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു വർഷം നമുക്കൊരു 8 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷം, ഒരു 8 ലക്ഷം കണക്കാക്കിയാൽ ഒരു 5 വർഷത്തേക്ക് 40 ലക്ഷം. അപ്പോൾ എന്തായാലും ഇത്ര ലോൺ എടുക്കുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരും. സർട്ടിഫിക്കറ്റ് അല്ല, എന്തെങ്കിലും ലീഡിൻ്റെ ആവശ്യം വരും, ഒരു ലീഡ് പ്രോപ്പർട്ടി ആവശ്യം വരും. അപ്പം ബാങ്കിന് ഈൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളൊരു ലീഡ് പ്രോപ്പർട്ടി, ഒരു 40 ലക്ഷത്തോളം വരുന്ന ഒരു പ്രോപ്പർട്ടീൻ്റെ പേപ്പർ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിരിക്കും. ഇതെങ്ങനെയാണ് ഫീ അടയ്ക്കുന്നതെന്ന് വെച്ചാൽ ഒരു 80% നമുക്ക് ബാങ്ക് അടയ്ക്കും. ഇപ്പോൾ ഒരു 10 lakh ആണെങ്കിൽ അതിൻ്റെ 80%ഓളം ബാങ്ക് അടയ്ക്കും. ബാക്കി 20% നമ്മൾ എടുക്കേണ്ടതാണ്. ബാങ്ക് നേരെ കോളേജിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഇയർ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഫീ ആദ്യം അടച്ചിട്ട് ബാക്കിയുള്ള പെർസെൻറ്റേജാണ് നമുക്ക്. അപ്പോൾ ആ പെർസെൻറ്റേജ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വന്നാണ്. പിന്നെ എല്ലാ വർഷവും ഡയറക്റ്റായിട്ട് കോളേജിൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് ബാങ്കിൻ്റെ ഒരു പെർസെൻറ്റേജ്, അതായത് ഇൻട്രസ്റ്റും എഡ്യൂക്കേഷൻ ലോണിൽ പറയാൻ പോവാണ്. ആക്സിസ് ബാങ്കിന് 13.7 ആണ് ഇൻട്രസ്റ്റ്. മാക്സിമം ലോൺ കിട്ടുന്നത് 50 lakh ആണ്. ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് 8.5% ആണ് ഇൻട്രസ്റ്റ്. മാക്സിമം ലോൺ കിട്ടുന്നത് 1.5 crore ആണ്. കാനറ ബാങ്കിന് 9.25 ആണ് ഇൻട്രസ്റ്റ്. മാക്സിമം ലോൺ കിട്ടുന്നത് നമ്മുടെ നീഡിനനുസരിച്ച് എത്ര വേണേലും കിട്ടും. ഫെഡറൽ ബാങ്കിലാണെങ്കിൽ 12.55%. 10 lakh ഇന്ത്യയിൽ പഠിക്കാനും 20 lakh അബ്രോഡ് പഠിക്കാനും വേണ്ടി നമുക്ക് ലോൺ കിട്ടുന്നതാണ്. HDFC ബാങ്ക് ആണെങ്കിൽ 9.50%. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലോൺ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും, പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിലും ലോൺ വെച്ചിട്ട് നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും. നമ്മൾ കിട്ടിയത് ഉടനെ നമ്മൾ അവിടെ ചേർന്ന് പഠിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാൻ നിൽക്കരുത്. കാരണം ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നമ്മളിങ്ങനെ 1-2 വർഷം ഇതിനായിട്ട് വേസ്റ്റ് ആക്കേണ്ട. ഫസ്റ്റ് തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് കിട്ടിയതെങ്കിലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നമ്മൾ ചേരേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നത്. ഇനിയും ഇങ്ങനെ കുറേ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ശരി, ബൈ.